ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ക്ഷേമ പെൻഷൻ വർധനവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 200 രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 1800 രൂപയാകും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 200 രൂപ കൂടി കൂട്ടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അത് ക്ഷേമ പെൻഷൻ എന്നത് ഇന്ന് ഒരു ഭരണകൂടം ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കാരണം പലതരത്തിലുള്ള അവശത അനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങ്, ഒരു ചെറിയ സഹായം എന്ന നിലയ്ക്കാണ് അത് വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കാലാകാലങ്ങളിൽ സർക്കാരുകൾ കൂട്ടാറുണ്ട്. കൂട്ടുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. പല രാജ്യങ്ങളിൽ ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ അത് വലിയ ഒരു രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. പലരുടെ മറ്റു വശങ്ങളിൽ നമുക്ക് ഒരു ദോഷം പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ജയിക്കുമ്പോൾ പറഞ്ഞതുപോലെ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുക, കൃത്യമായി കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും 200 രൂപ അത് വർദ്ധിപ്പിക്കുന്നു. ആ വർധനവ് അത് കാലാനുസൃതമായ വർധനയാണ്. അത് ലഭിക്കുന്നവരുടെ ഉണ്ടാകുന്ന സമാശ്വാസം വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഈ വർധനവിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അപ്പോഴും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം വർദ്ധിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുകൾക്ക്, അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ആണ് എന്നുള്ളത് രാഷ്ട്രീയമായി സർക്കാർ വിമർശിക്കപ്പെടുന്നതിന് ഇടയാക്കില്ലേ? അതെ, നമ്മൾ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിന് പിന്നിൽ ഏത് സർക്കാരാണെങ്കിലും രാഷ്ട്രീയമായ ഒരു ഉദ്ദേശം കൂടി ഉണ്ടാകും. നമുക്ക് കേരളത്തിലെ ഏത് സമയത്ത് എന്ത് നല്ല കാര്യം ചെയ്താലും അവിടെയൊക്കെ ഒരു ദുരുദ്ദേശം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും ആരോപിക്കാൻ കഴിയും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തുമ്പോഴെങ്കിലും മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതിനേക്കാളൊക്കെ വലിയ തുകയാണ് ആദ്യമേ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 2000 രൂപ എന്നൊരു വാഗ്ദാനം കിടപ്പുണ്ട്. അവിടെ വരെ എത്തിയില്ലെങ്കിലും ഭാഗികമായെങ്കിലും അതിനൊരു പൂർത്തീകരണം എന്ന നിലയ്ക്ക് ആണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ ഘട്ടത്തിൽ അഭിപ്രായം പങ്കുവച്ചതിന്.